ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രത്യേക നിർദ്ദേശം നേരത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നൽകിയല്ലോ. അത് ഗാന്ധിവധം പാഠപുസ്തകത്തിൽ വേണ്ട. മുഗൾ രാജവംശത്തെപ്പറ്റി ഒന്നും പഠിക്കണ്ട, എല്ലാം മാറ്റിക്കളയണം. ചരിത്രത്തെ മറ്റൊരു തരത്തിൽ കുട്ടികളിലേക്ക് എത്തിക്കുകയാണ്. ചില കാര്യങ്ങൾ കുട്ടികൾ അറിയണ്ട, ഒരു ഭാഗം. മറ്റൊന്ന്, വ്യാജമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാവുകയാണ്. സ്വാതന്ത്ര്യ സമരം, ആ സ്വാതന്ത്ര്യ സമരത്തെ വലിയ തോതിൽ ത്യാഗം വഹിച്ചവരുണ്ടല്ലോ, ജീവൻ കൊടുത്ത് പോരാടിയവരുണ്ടല്ലോ, ദീർഘകാലം ജയിലിൽ കഴിയേണ്ടി വന്നവരുണ്ടല്ലോ, ഭീകരമായ മർദ്ദനമേറ്റ് ജീവിക്കുന്ന രക്തസാക്ഷിയായി ജീവിച്ചു വന്നവരുണ്ടല്ലോ. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച് മാപ്പ് എഴുതിക്കൊടുത്ത് ഇനിയുള്ള കാലം മുഴുവൻ ബ്രിട്ടീഷ് വാദസേവ ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൊള്ളാം എന്ന ഉറപ്പ് നൽകി ജയിലിൽ നിന്ന് മോചനം നേടി വന്നയാളെ വീരത്വം നൽകി ആദരിക്കുന്നു, രാജ്യം തന്നെ ആദരിക്കുന്നു. എന്തുകൊണ്ടാണത്? സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് ഒന്നും അവകാശപ്പെടാനില്ല. ആ ചരിത്രം പറയുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തെ എതിർത്ത ചരിത്രം മാത്രമേ പറയാൻ കഴിയൂ. ബ്രിട്ടീഷ് വൈസ്രോയിയുടെ അടുത്ത് നമ്മൾ തമ്മിൽ തർക്കമൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ നിങ്ങളുടെ പക്ഷത്താണ്, നമുക്ക് ഒന്നിച്ച് നീങ്ങാം എന്ന് പോയി പറഞ്ഞവര് സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ തോതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന യുവതയോട് നിങ്ങളെ യൗവനം വൃഥാ കളയരുത്, ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തിട്ട് എന്ന് ഉപദേശിച്ച സംഘടനാ നേതാവ്. ആ ചരിത്രം ഇന്ന് പറയാൻ പറ്റുമോ? ആ ചരിത്രം പഠിക്കരുത് എന്നാഗ്രഹിക്കുന്നു. ആ ചരിത്രം തങ്ങൾക്കെതിരെയുള്ളതായിട്ട് മാറുന്നു. ആ തങ്ങളാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്, ആ അധികാരത്തിലുള്ളവർക്കെതിരെയായിട്ട് മാറുന്നു. അപ്പോ ആ ചരിത്രം തിരുത്തണം, ആ ചരിത്രം തിരുത്തി എഴുതണം. അതിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇതിനെല്ലാം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൈപ്പിടിയിലൊതുക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതിനാണ് നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയാകെ കൈപ്പിടിയിലൊതുക്കാനുള്ള നടപടികൾ നീങ്ങുന്നു. വിദ്യാഭ്യാസ രംഗമാകെ കൈപ്പിടിയിലൊതുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഒരു ഭാഗത്ത് പാഠ്യരംഗമാകെ, പഠനരംഗമാകെ തങ്ങൾ ആഗ്രഹിക്കും വിധത്തിൽ മാറ്റി തീർക്കുക. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കണം. വെറുതെയല്ല ഗവർണർ ഇടപെടുന്നത്. ഗവർണറുടെ ഇടപെടൽ പ്രത്യേക ഉദ്ദേശത്തോടെയാണ്. സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റാണ് നടപടികൾ സ്വീകരിക്കേണ്ടത്. നാം ഇവിടെ നടത്തിയൊരു നിയമ പോരാട്ടമുണ്ടായിരുന്നു. ഗവർണർ തോന്നിയ പോലെ ചെയ്യുമ്പോൾ അതിനെതിരെ നടത്തിയ പോരാട്ടം. ആ പോരാട്ടത്തിൽ സുപ്രീം കോടതി പറഞ്ഞു, മുഖ്യമന്ത്രി തയ്യാറാക്കുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാവണം. ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആരാവണമെന്നത് മുഖ്യമന്ത്രി ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അത് ക്രമനമ്പർ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുക. അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി നൽകുന്ന ആ ലിസ്റ്റിൽ നിന്ന് ക്രമം പാലിച്ച് മാത്രമേ ഗവർണർ നിയമിക്കാവൂ. അതിനെതിരെ ഇവിടെ ഉണ്ടായിരുന്ന ഗവർണർ കോടതിയെ സമീപിച്ചു. കോടതി ഗവർണറുടെ വാദം തള്ളി. ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്, അതാണ് നടക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നിയമം വ്യക്തമാണ്, അല്ലെങ്കിൽ നിയമപരമായ വ്യാഖ്യാനം വ്യക്തമാണ്. പക്ഷേ അതാണോ നടക്കുന്നത്? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൈപ്പിടിയൊതുക്കണമെങ്കിൽ വൈസ് ചാൻസലർ കയ്യിൽ വേണം.
വൈസ് ചാൻസലർ കയ്യിലുണ്ടായാലുള്ള ഗുണം എന്താ? ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഭാഗമായുള്ള യൂണിവേഴ്സിറ്റികളിലെ എല്ലാ ഇടപെടലുകളും വൈസ് ചാൻസലർ മുഖേന നടത്താം. അപ്പൊ അതിന്റെ ഭാഗമായി അധ്യാപക നിയമനം, നേരത്തെയുള്ള അധ്യാപക നിയമനത്തിൽ മാറ്റം വരുത്താൻ പോകുന്നു. വൈസ് ചാൻസലറും പിന്നെ 2-3 ആളുകളും കൂടി എല്ലാം ഈ ഗണത്തിൽപ്പെട്ടവരായിരിക്കും. അവര് കൂടിയുള്ള ഇന്റർവ്യൂ നടത്തും. ആ ഇന്റർവ്യൂവിലാണ് യോഗ്യത നിശ്ചയിക്കുക. ആ ഇന്റർവ്യൂവിലെ യോഗ്യത വെച്ച് അധ്യാപകരെ തിരഞ്ഞെടുക്കും. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വീക്ഷണമുള്ളവർ മാത്രം അധ്യാപകരായിട്ട് മാറും. നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്ന ആപത്ത് എത്ര വലുതാണ് എന്നാണ് ഇതിലൂടെയൊക്കെ നമ്മൾ കാണേണ്ടത്. എങ്ങനെയൊക്കെ മതനിരപേക്ഷതയെ അപകടപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്നാണ് നാം കാണേണ്ടത്. എങ്ങനെയൊക്കെ ഇളം മനസ്സുകളിൽ വർഗീയത അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്നാണ് നാം കാണേണ്ടത്. ഇവിടെ ഒരു മറയുമില്ലാതെ ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും അവിടുത്തെ സെനറ്റിലെ നോമിനേഷന്റെ പ്രശ്നം വന്നപ്പോൾ ഭൂരിപക്ഷം ഒരു പ്രത്യേക വിഭാഗത്തെ ഗവർണർ നോമിനേറ്റ് ചെയ്യുകയാണ്. ഗവർണർക്ക് എവിടെ നിന്നാണ് ലിസ്റ്റ് കിട്ടുന്നത്? ഗവർണർ നോമിനേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഗവൺമെന്റ് കൊടുക്കണം. പക്ഷെ ഗവൺമെന്റിൽ നിന്ന് വാങ്ങുന്നില്ല, നേരിട്ട് ചെയ്യാണ്. നേരിട്ട് ചെയ്യാൻ എവിടെയാ അധികാരം? യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ എന്ന പദവി ഗവർണറുടെ ഭാഗമായിട്ട് കിട്ടിയതല്ല, കേരളത്തിന്റെ നിയമസഭ അംഗീകരിച്ചു കൊടുത്ത പദവിയാണ്. കേരളത്തിന്റെ നിയമസഭ അംഗീകരിച്ച് നൽകിയ പദവിയാണ്. അല്ലാതെ ഗവർണർ നിലക്ക് അദ്ദേഹത്തിന് കിട്ടിയതല്ലത്. പക്ഷേ ആ തോന്നലുണ്ടോ? കാരണം രാജ്യത്തെ ഭരണഘടനയെ തന്നെ വിലമതിക്കേണ്ടതില്ല എന്ന് വരുമ്പോൾ പിന്നെ ഏത് തരത്തിലും നീങ്ങാലോ എന്നാണ് ചിന്തിക്കുന്നത്. ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് സംഭവിക്കുന്നതിൻ്റെ ഭാഗമാണിതൊക്കെ. ഇതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പാണ് നമ്മുടെ നാട്ടിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. അത്തരം തെറ്റായ കാര്യങ്ങൾക്കെതിരെ വലിയ പോരാട്ടമാണ് എല്ലാ ഘട്ടത്തിലും സഖാവ് എ പി കുര്യന്റെ നേതൃത്വം നടന്നിരുന്നത്. എ പിയുടെ ഓർമ്മ പുതുക്കുന്ന ഈ ഘട്ടത്തിൽ ഇതുപോലുള്ള ആപത്തുകൾക്കെതിരെ ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം നാം തിരിച്ചറിയണം. എന്നെ ഇപ്പോൾ ബാധിക്കുന്നില്ലാലോ എന്ന് വിചാരിച്ച് മാറി നിന്നിട്ട് കാര്യമില്ല. നാളെ എല്ലാവരെയും ബാധിക്കും, എല്ലാവർക്കും നേരെയും വരും. അതാണ് ഈ ആപത്ത്. ആ ആപത്ത് വരാതിരിക്കാൻ ജാഗ്രതയോടെയുള്ള ഇടപെടൽ ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഞാൻ ഈ ഘട്ടത്തിൽ വളരെ കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എ പിയെ കുറിച്ച് അനുസ്മരിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എ പിയുടെ സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനം.